ആ കാട്ടിലെ നല്ല കുട്ടികൾ. അതൊരു നല്ല കാടായിരുന്നേ. അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ആ കാട്ടിലേക്ക് നോക്കിയാ നമുക്കും അവിടെ പോയി ജീവിച്ചാലോന്ന് തോന്നും. മൃഗങ്ങളെല്ലാം സ്ഥിരമായി വെള്ളം കുടിക്കാൻ എത്തുന്ന തടാകത്തിന്റെ അടുത്ത് ഒരു മുത്തശ്ശൻ മാവുണ്ട്. വലിയ മൃഗങ്ങളെല്ലാം തീറ്റ തേടി ദൂരേക്കൊക്കെ പോകുമ്പോ കുട്ടികളെല്ലാം ആ മാവിന്റെ ചോട്ടിലാ കൂടാറുള്ളത്. ഇടയ്ക്ക് അവര് അവിടെ ചെറിയ പാർട്ടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അത്രയ്ക്ക് രസമുള്ള സ്ഥലാ അത്. കാട്ടിലെല്ലാവർക്കും കൂട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം കുരങ്ങൻകുട്ടിയും മുയൽക്കുട്ടിയും മാൻകുട്ടിയും പൂമ്പാറ്റയും തേനീച്ചക്കുട്ടനും തുടങ്ങി ആ കൂട്ടത്തിലെ കൂട്ടുകാരൊക്കെ മാവിൻ ചുവട്ടിൽ ഒത്തുകൂടി. ഹായ്, നല്ല രസം. ഓരോരുത്തരും ഓരോ പ്രത്യേക പരിപാടികളും തയ്യാറാക്കിയിട്ടാ വന്നിട്ടുള്ളത്. കുരങ്ങൻകുട്ടിക്ക് നന്നായിട്ട് ഓടക്കുഴല് വായിക്കാൻ അറിയാം. മാനിന് താളം കൊട്ടാൻ അറിയാം. കുയിലോ ഒരു പാട്ട് പാടാൻ തീരുമാനിച്ച വന്നത്. തേനീച്ച കുറച്ച് തേന് കൊണ്ടുവന്നിരുന്നു. അപ്പൊ പൂമ്പാറ്റയോ? പൂമ്പാറ്റ ഇലകൾ കൊണ്ട് കുമ്പിളുണ്ടാക്കി കൊണ്ടുവന്നു. ആ കുമ്പിളിൽ തേനൊഴിച്ച് കുടിക്കാലോ. ഇതെല്ലാം നടക്കുമ്പോ തൊട്ടപ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ ഒരു സിംഹക്കുട്ടി ഒറ്റയ്ക്ക് ഒളിച്ചിരിക്കുകയായിരുന്നു. ഇലകൾക്കിടയിലൂടെ മാവിൻ ചുവട്ടിലെ കലപിലകളിലേക്ക് സിംഹക്കുട്ടി ഇടയ്ക്കിടെ എത്തി നോക്കുന്നുണ്ട്. സിംഹക്കുട്ടി എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. എന്താ കാരണം? സിംഹക്കുട്ടി നാണക്കാരിയാണ്. ആരോടും മിണ്ടില്ല. എപ്പോഴും തല താഴ്ത്തി മണ്ണിലും പുല്ലിലും നോക്കി നടക്കലാ പണി. കാട്ടിലെ കുട്ടികള് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ടോ? അതേ, നമ്മളിത്തിരി പരിശ്രമിച്ച സിംഹക്കുട്ടീനെ ഉഷാറാക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? കുരങ്ങൻകുട്ടി പറഞ്ഞു. മാൻകുട്ടിക്ക് അത് നല്ല ബുദ്ധിയാണെന്ന് തോന്നി. പൂമ്പാറ്റക്കുട്ടി എപ്പോഴും പറന്നു നടക്കല്ലേ, അപ്പൊ അവൾക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. പൂമ്പാറ്റക്കുട്ടി പറഞ്ഞു, അതെ, സിംഹക്കുട്ടി കരയണത് ഞാൻ കണ്ടു. എന്തിന്? എല്ലാരും ഒരുമിച്ച് ചോദിച്ചു. നമ്മുടെ കൂടെ ഒന്നും കളിക്കാൻ വരാനൊന്നും പറ്റുന്നില്ലല്ലോ, അതിന്റെ വിഷമാണ്. എല്ലാരോടും മിണ്ടാനും ഇങ്ങോട്ടൊന്ന് വർത്താനം പറയാനും ഒക്കെ നാണവാ, പേടിയായിരിക്കും. എന്നിട്ട് അന്ന് സിംഹമ്മയും സിംഹച്ചനും കൂടെ ചേർന്ന് എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പൂമ്പാറ്റക്കുട്ടി പറഞ്ഞു നിർത്തി. അപ്പൊ അങ്ങനെയാണ് കാര്യം. കൂട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം, അല്ലേ? അങ്ങനെ കാട്ടിലെ കുട്ടികൾ ഓരോരുത്തരായി വരിയായി സിംഹക്കുട്ടി ഒളിച്ചിരിക്കുന്ന കുറ്റിക്കാടിനടുത്തേക്ക് നടന്നു. കുരങ്ങൻ ഓടക്കുഴലെടുത്തിരുന്നു. മാൻ താളം കൊട്ടുന്ന മരക്കഷ്ണം എടുത്താണ് പോയത്. കൂടെ പറന്ന കുയിൽ സിംഹക്കുട്ടിക്കായി ഒരു പാട്ടും പാടി. ലാലലാ ലാലലാ സിംഹക്കുട്ടി, ഞങ്ങളുടെ കൂട്ടുകാരിക്കുട്ടി, കൂടെ വരാമോ ആടി വരാമോ തങ്കക്കട്ടി, ഏയ് സിംഹക്കുട്ടി. ഇത് കണ്ട സിംഹക്കുട്ടി ചെറുതായി ചിരിച്ചു. അവൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം തോന്നി. ഹായ്, എനിക്ക് കൂട്ടുകാരുണ്ടാവാൻ പോവാണല്ലോ. ഈ സിംഹക്കുട്ടിയുടെ ഒരു കാര്യം. അങ്ങനെ കാട്ടിലെ കുട്ടികളെല്ലാം ചേർന്ന് ആഘോഷമായി സിംഹക്കുട്ടിയെയും കൂട്ടി മാവിൻ ചുവട്ടിലെത്തി. കുട്ടികളുടെ ഈ പ്രവൃത്തി കണ്ട് സന്തോഷം തോന്നിയ മാവ് മുത്തശ്ശൻ എല്ലാ കുട്ടികൾക്കും മാങ്ങ പൊഴിച്ചു കൊടുത്തു. കൂട്ടത്തിൽ ഒരാൾ അല്പം വിഷമത്തിലാണെങ്കിൽ ഒരുമിച്ച് നിന്ന് അവരെ കൂടി ചേർത്ത് പിടിക്കുന്നത് നല്ല കുട്ടികളുടെ ലക്ഷണമാണ്. അതെ, ഇതൊരു നല്ല കാടാണ്. കഥ ഇഷ്ടായോ?